ഉണ്ണി കേട്ടടാ. ഞാൻ പുറത്താടാ. എടാ സന്തോഷം പാട്ടിനൊക്കെ 11 എത്തിട്ടോ. വൈകൂല, ഞാൻ പെട്ടെന്ന് വരടാ. 5:30 പെണ്ണുങ്ങളെത്തും. അതിനു മുമ്പ് നമ്മൾ തീർക്കണം. എനിക്കറിയാലോ പെണ്ണുങ്ങൾ എന്തായുള്ള അവസ്ഥ. ഫസ്റ്റ് പെഗ്ഗിൽ ഐസ് ഇടുമ്പോഴേക്ക് ഉണ്ണി അവിടെ ഉണ്ടാവും. ഇതേ ഗീതുണ്ടാക്കി അച്ചാറാ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ. സൂപ്പറാണല്ലോ. അല്ല നമ്മൾ തുടങ്ങിയാലോ? ഉണ്ണി അവിടെ പോയി. ഉണ്ണി ഞാൻ കുറേ നേരമായി വിളിക്കുന്നത്. ആ ചങ്ങായി ഫോൺ എടുത്ത് ഇപ്പം വരാം ചടച്ചു. എന്നാൽ പിന്നെ നമ്മൾ തുടങ്ങല്ലേ? നമ്മൾ തുടക്കാണ്. ഈ സാധനം ഇവിടെ വെച്ചിങ്ങനെ കാത്തുകേണ്ട ആവശ്യമില്ലല്ലോ. അല്ല ഒന്നുമില്ല, നമ്മൾ ചങ്കല്ലേ, ഓൻ വന്നിട്ട് തുടങ്ങാം. എന്നാൽ പിന്നെ ഒന്ന് വിളിച്ചോ. ഒന്ന് വിളിക്കടാ. നമ്പർ വിസിയാ. ഈ ചങ്ങാതി ഇങ്ങനെ തന്നെ എല്ലാ പരിപാടിക്കും നേരം വയ്ക്കും. എനിക്ക് അതൊന്നുമല്ല വിഷമം. എൻ്റെ ഗീത വന്നു കഴിഞ്ഞാൽ ഇതൊന്നും വയ്ക്കുക, ഇത് മൊത്തം കൂടാവും. പിന്നെ നിങ്ങളെ പേടിയാ? നല്ല ആളാ പറയണേ. കഴിഞ്ഞ ആഴ്ചയിലേ ആ കല്യാണ വീട്ടിൽ കിടന്നിട്ട് അവിടെ തന്നെ കിടക്കയില് കുടിച്ചിട്ട് അതിനെ പിടിച്ചിട്ട്. അത് വീട് സന്തോഷേ. മാഷാ സമയം എത്രയായി? 3:45. ഓൻ എന്ത് ഓനെയും കാത്തിങ്ങനെ ഇരിക്കുക? വേറെ പണിയുണ്ട് പോയിട്ട്. വിളിച്ചോക്കി അല്ലേ? ആ ഓന്താ വരുന്ന? ഈ എവിടെയാ ചേട്ടോ? ബാലേട്ടാ സോറി രമേശേ, സന്തോഷേ, കുറച്ച് നേരം വൈപ്പാടാ. ആ തുടങ്ങല്ലേ എന്നാല്? ഒയ്ക്കി ബാലേട്ടാ, ഒയ്ക്കി. എനിക്കിത് മതി. ബാലേട്ടാ, രമേശേ, സന്തോഷേ, നിങ്ങൾ നോക്കി, ഞാൻ പോട്ടെ. ഇവനെയാണ് അത്രയും നേരം കാത്തു നിന്ന്. എൻ്റെ പണിയാത് ഇത്രയും സമയം പോയത്. ഏതായാലും നമുക്ക് വയ്ക്കാം. ഏതാ ഇനി അടുത്ത പണ്ടാർക്കാലേ? എന്താ രമേശേട്ടാ അകത്ത് പരിപാടി? കുറെ ചെരുപ്പൊക്കെ ഉണ്ടല്ലോ. എന്താ എത്ര നേരത്തെ? സമയം 5 മണിയായോ? ഓഹോ, എല്ലാരും ഉണ്ടല്ലോ.